സിജോയും ജിൻഡോയും തമ്മിൽ ഉഗ്രം വഴക്ക് നടന്നിരുന്നു ടാസ്കിനിടയിൽ. സംഭവം ഇതാണ്, അവർക്ക് കൊടുത്ത പില്ലോ ടാസ്ക് ആയിരുന്നു കാരണം. പില്ലോ ഉണ്ടാക്കാനുള്ള ടാസ്ക് ആണ് ബിഗ് ബോസ് അവർക്ക് നൽകിയത്. നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ നോക്കിക്കൊണ്ട് അവിടെ പില്ലോ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ സിജോയുടെ ടീം 9 പില്ലോ ഉണ്ടാക്കി. പക്ഷെ 9 ജിൻഡോ അവിടെ അത് റിജക്റ്റ് ചെയ്യായിരുന്നു. ഒന്നും നല്ലതല്ല, ഒന്നിലും പഞ്ഞി നന്നായി നിറച്ചിട്ടില്ല, തല വെച്ച് കഴിഞ്ഞാൽ നിലത്ത് മുട്ടും, അപ്പൊ ഇങ്ങനെയുള്ള പില്ലോകൾ സ്വീകരിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ അതെല്ലാം റിജക്ട് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല. അവിടെ സ്വന്തം ടീം ആകെ 3 പില്ലോയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. 3 പില്ലോയും ഇവരുണ്ടാക്കിയിട്ടുള്ളത് 9 പില്ലോയാണ്. അപ്പൊ എങ്ങനെ വന്നാലും സ്വന്തം ടീമിനെ വിജയിപ്പിക്കണമെങ്കിൽ ഇവരുടെ ഈ 9 റിജക്ട് ചെയ്തേ പറ്റൂ. അത് റസ്മിൻ പോകുന്ന സമയത്ത് തന്നെ ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാളിറ്റി നോക്കിയിട്ട് ജഡ്ജ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുന്നു. അവിടെ പോയത് റസ്മിൻ ആണെന്നുണ്ടെങ്കിൽ റസ്മിനെ തുന്നാനായിട്ട് ഒട്ടും അറിയില്ല, നന്ദനയ്ക്ക് അറിയില്ല. അവർക്ക് കഷ്ടപ്പെട്ടിരുന്നു തുന്നിയിട്ട് 3 ആകെ തുന്നാൻ പറ്റിയത്. അതിൽ ഒരെണ്ണം ഫുൾ സ്റ്റിച്ചും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പില്ലോ അവർക്ക് ഇത്തിരിയെങ്കിലും ബെറ്റർ ആയിട്ടുള്ളത്. ബാക്കി ഇവരുടെ നോക്കുമ്പോൾ അപ്സരയ്ക്ക് നന്നായിട്ട് തുന്നാൻ അറിയാം. അപ്സര കഷ്ടപ്പെട്ട് തുന്നി ഉണ്ടാക്കിയിട്ടുണ്ട് 9. പക്ഷെ പഞ്ഞി ചിലതിലൊക്കെ കുറവായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗെയിമിന്റെ ഭാഗമായി ജിൻഡോ അതിന് 9 റിജക്ട് ചെയ്തു. അതിന്റെ പേരിലാണ് അവിടെ സിജോയും ജിൻഡോയും തമ്മിൽ ഉഗ്രം വഴക്ക് നടന്നത്. പോയിന്റ് വരുന്ന സമയത്ത് അവരുടെ ടീമിന് പോയിന്റ് കൂടും. തനിക്ക് പോയിന്റ് കിട്ടില്ല എന്ന് അറിയാവുന്ന ജിൻഡോ അവിടെ പോയിന്റ് സമനിലയാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാ പില്ലോകളും കയറി റിജക്ട് ചെയ്യായിരുന്നു സിജോ. അപ്പോൾ പോയിന്റ് പേടിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊരു ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പിന്നീട് അവരത് പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു.